അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽസമയത്തിനായി ഞാൻ വീണ്ടും നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്തു. എത്ര സന്തോഷത്തോടെ നമുക്ക് ദൈവത്തെ ശ്രദ്ധിപ്പാനായിട്ട് നമുക്ക് ഇന്ന് പൽക്കാലം ദൈവം സഹായിച്ചു. നിങ്ങളുടെ ഉള്ളിലൊക്കെ സങ്കടങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോഴും ഒരുപാട് ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ചോദിച്ചുകൊണ്ടൊക്കെയാണ് നിങ്ങൾ ഒരുപക്ഷെങ്കിൽ എൻ്റെ ഈ ഷോർട്ട് മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നത്. ദൈവങ്ങളെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ദൈവത്തോട് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പേരെന്നെ തളർത്തിയിട്ടുണ്ട്, ഒരുപാട് പേരെന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. നീ കൊള്ളത്തില്ല എന്നൊക്കെ ഒരുപാട് പേരെന്നെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സന്ദർഭങ്ങളിലൊക്കെ ഞാൻ തളർന്നു പോകാതെ നിന്നത് എൻ്റെ ദൈവത്തിൻ്റെ മഹാസ്നേഹമാണ്. ആ സ്നേഹം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കൂടെയുണ്ട്. എന്നെ നടത്തിയ, എന്നെ ഇതുവരെയും കൊണ്ടുവന്ന ആ യേശു കർത്താവിന്റെ സ്നേഹം നിങ്ങളെയും തേടിയ, നിങ്ങളെ ക്ഷണിക്കുക. സങ്കീർത്തനക്കാരനായ ദാവീദ് 68-ാം സങ്കീർത്തനം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദാവീദ് പറയുകയാണ്, ഹു ഈസ് മൈ ഗാഡ്, ദൈവം എൻ്റെ ആരാ? എൻ്റെ രക്ഷകനാണ്. നമ്മളെ ആളുകളൊക്കെ തള്ളി മാറ്റി നിർത്തി, കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് എറിഞ്ഞിട്ടു. അല്ലേ? സഹോദരന്മാരെല്ലാം കൂടെ ചേർന്ന് യോസഫിനെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിക്കളഞ്ഞു. പക്ഷെ ആ പൊട്ടക്കിണറ്റിനകത്തു നിന്നും അവനെ കയറ്റിക്കൊണ്ടു പോകാനും അവനെ വാങ്ങിച്ചുകൊണ്ട് പോകാനും ദൈവം ഒരാളെ അവിടെ അയച്ചില്ലേ? സ്തോത്രം. അതാ എൻ്റെ ദൈവം. നിങ്ങൾ അറിയാത്ത, ചിന്തിക്കാത്ത ചില രക്ഷയുടെ വഴികളെ ദൈവം നിങ്ങൾക്ക് ഒരുക്കുന്ന ദൈവമാണ്. വിശ്വസിച്ചില്ല. ഈ പകൽക്കാലം നിങ്ങൾ അറിയാത്ത ചില വഴികൾ ദൈവം തുറക്കാൻ പോവാം. ചെങ്കടലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ ജനം കരഞ്ഞ് നിലവിളിക്കുക, ഞങ്ങൾ ഇതിനകത്ത് ഇപ്പം പോവും. ഒന്നീ ചെങ്കടലിൽ മുങ്ങിത്താഴും, അല്ലെങ്കിൽ ഫറവോന് സൈന്യം ഞങ്ങളെ വെട്ടിക്കൊല്ലും. ഈ രണ്ട് സങ്കടങ്ങളാണ്. പക്ഷെ ഇത് രണ്ടും സംഭവിക്കാതെ ദൈവം ഒരു പുതിയ രക്ഷയുടെ വഴി ദൈവം ജനത്തിന് വേണ്ടി ഒരുക്കി കൊടുത്തു. നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്. സ്തോത്രം. അപ്പോൾ ഒന്ന്, ദാവീദ് പറയുന്നു നമ്മുടെ രക്ഷയാകുന്ന ദൈവം. സ്തോത്രം. രണ്ട്, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം. എത്ര പേര് നമ്മുടെ ഭാരം ചുമക്കും? ചിലരൊക്കെ പറയും നമ്മുടെ ആയുഷ്കാലം മുഴുവൻ ഞാൻ നിങ്ങളെ വഹിച്ചോളാം എന്ന് പറയും. സമയമാകുമ്പോൾ അവരെ വിട്ടിട്ടു. പക്ഷെ ദൈവം അങ്ങനെ അല്ലെന്ന്. മാനുഷികമായ വാക്കുകൾ. അതുകൊണ്ട് സംഗീതക പറഞ്ഞത്, നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കാൻ പറഞ്ഞത്. നമ്മുടെ രക്ഷയാകുന്ന ദൈവവും നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെയുണ്ടോ? നിങ്ങൾ ഒന്നിനും ഭാരപ്പെടണ്ട. ഇന്ന് പകൽക്കാലം ഇന്ന് മാത്രമല്ല, ഇനിയുള്ള മുൻപോട്ടുള്ള നിങ്ങളുടെ യാത്രയിലെല്ലാം രക്ഷയാകുന്ന ദൈവം നിങ്ങൾക്ക് രക്ഷകനായി കൂടെയുണ്ട്. നിങ്ങൾ ഉറങ്ങുമ്പോൾ, നിങ്ങൾ നടക്കുമ്പോൾ, നിങ്ങൾ കരയുമ്പോൾ, നിങ്ങൾ സന്തോഷിക്കുമ്പോൾ, നിങ്ങളുടെ എത്ര വേദനാജനകമായ സാഹചര്യങ്ങളോ, നിങ്ങൾക്ക് രക്ഷകനായി നിങ്ങളെ പിടിച്ചെടുക്കുവാൻ, നിങ്ങളെ സഹായിപ്പാൻ ദൈവമുണ്ട്. കാറ്റും കോളും അടിച്ച് പടക് മുങ്ങി ശിഷ്യന്മാർ മുങ്ങി താണു വീണു പോകുവാൻ തുടങ്ങുമ്പോൾ രക്ഷകനായി ദൈവമോടെ യേശു കർത്താവോടെ പ്രത്യക്ഷപ്പെട്ടില്ലേ? പത്രോസ് യേശുവിനോട് ഒരു ആഗ്രഹം പറഞ്ഞു, കടൽ മീതെ നടക്കുവാൻ. യേശു പത്രോസിന്റെ ആഗ്രഹത്തെ മാനിച്ചു. പക്ഷേ തന്റെ ലക്ഷ്യം മാറിപ്പോയത് കൊണ്ട് താൻ മുങ്ങിപ്പോകാൻ തുടങ്ങി. അനുസരണക്കേട് കാണിച്ചത് കൊണ്ട് പത്രോസിനെ മുക്കിക്കളഞ്ഞില്ല ദൈവം. അവന്റെ കരത്തെ പിടിച്ചുയർത്തിയിട്ട് യേശു പറഞ്ഞൊരു വാക്കുണ്ട്, നീ വിശ്വസിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കാനാ പറഞ്ഞു. നിങ്ങളുടെ വീഴ്ചകളെ കണ്ട് നിങ്ങളെ തള്ളുന്ന ദൈവമല്ല ഇന്ന് പകൽക്കാലം. നിങ്ങളുടെ വീഴ്ചയിൽ കരം പിടിച്ച് നിങ്ങളെ ഉയർത്തിയിട്ട് കർത്താവ് പറയുന്നു, ഇനിയും നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ തെറ്റ് ചെയ്യരുത്. മദ്യപിക്കുന്ന സഹോദര, പുകവലിക്കുന്ന സഹോദര, കുടുംബകലഹം ഉണ്ടാക്കുന്ന സഹോദര, തെറ്റായ വഴികൾ സഞ്ചരിക്കുന്ന സഹോദരങ്ങളെ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്ത മക്കളെ, നിങ്ങളോട് ദൈവസ്നേഹത്തിൽ ഞങ്ങൾ പറയുക, ഇതുവരെ ചെയ്ത തെറ്റുകളെല്ലാം നിങ്ങൾ വിട്ട് യേശു കർത്താവിന്റെ കരങ്ങളിൽ നിങ്ങളെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് യേശു കർത്താവ് നിങ്ങൾക്ക് രക്ഷകനായി നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മെ രക്ഷിക്കുന്ന ദൈവം പകൽക്കാലം ഉണ്ടെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ മുൻപോട്ട് പോയിക്കൊള്ളുക. എല്ലാ പ്രതികൂലങ്ങളെയും ദൈവം മാറ്റും. പക്ഷേ യേശുവിലുള്ള വിശ്വാസം വേണം. നിങ്ങളുടെ സങ്കടങ്ങൾ കർത്താവിനോട് പറയുക. നാൾതോറും ഈ ദൈവം നിങ്ങളുടെ ഭാരം ചുമക്കും. ഇന്ന് മാത്രമല്ല, ഈ ദൈവം ഇന്നും എന്നേക്കും അവൻ അനന്യനായ ദൈവമാണ്. വിളിച്ച ദൈവം വിശ്വസ്തന, വാക്കുമാറാത്ത ദൈവമാണ്. നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളുടെ കരഞ്ഞാശ്വാസം നൽകി നിങ്ങൾക്ക് വേണ്ടത് വാങ്ങിച്ചു നൽകുന്ന, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കരങ്ങളിൽ വച്ചു തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. അന്നയുടെ സങ്കടം കണ്ട ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ, നമ്മുടെ ഓരോരുത്തരുടെയും സങ്കടങ്ങൾ കാണുന്ന ദൈവം. സ്തോത്രം. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ സങ്കടപ്പെടാതെ നിങ്ങളുടെ ഭാരങ്ങൾ ദൈവത്തോട് പറയുക. ദൈവം നിങ്ങളെ സഹായിക്കും. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് എന്നെ അറിയിക്കാം. എനിക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. അതെ,
ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം നിങ്ങൾക്ക് മറുപടി നൽകും. ദൈവം വിശ്വസ്തനാണ്. ഈ ദൈവത്തിൽ വിശ്വസിക്കുക. നിങ്ങളുടെ പാപ വഴികളെ വിട്ട് യേശുവിനെ രക്ഷകനും കർത്താവായ ഹൃദയത്തിൽ അംഗീകരിച്ച് ഒരു ദൈവവേദനായതുപോലെ കാലം ജീവിക്കാൻ ഒരു തീരുമാനമെടുക്കുക. ദൈവം നിങ്ങളുടെ രക്ഷകന. ദൈവം നിങ്ങളുടെ നാൾതോറും നിങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമാണ്. ഈ കർത്തകാര്യങ്ങളിൽ സമർപ്പിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.